തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷ് മേയറാകാൻ സാധ്യത. ആർ ശ്രീലേഖയും പരിഗണിക്കുന്നുണ്ട്. കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ സ്വതന്ത്രനെ ഒപ്പം നിർത്താനുള്ള നീക്കവും സജീവമാക്കി. 45 ഷുവർ സീറ്റ്, 5 ഇടങ്ങളിൽ ഇഞ്ചോടിഞ്ച്. വോട്ടെടുപ്പ് കഴിഞ്ഞ രാത്രി BJPയുടെ ഉന്നത കേന്ദ്രങ്ങൾ നൽകിയ സൂചന ഇതാണ്. ഫലം വന്നപ്പോൾ കൃത്യം 50. അതായത് പെട്ടെന്ന് സംഭവിച്ചതല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ മിന്നുന്ന പ്രകടനം. വരാഹി ഉൾപ്പെടെയുള്ള PR ഏജൻസികൾ മാസങ്ങളായി കൂട്ടിയും കിഴിച്ചു നടത്തിയ സർവേ നടപടികൾ, ജാതിയും മതവും തിരിച്ച് തയ്യാറാക്കിയ വോട്ടേഴ്സ് ലിസ്റ്റുകൾ, വോട്ടർ പട്ടികയിലെ ഓരോ പേജിനും ഓരോ പേജ് പ്രമുഖ് എന്ന പേരിൽ ചുമതലക്കാരെ ഏർപ്പെടുത്തി. പ്രചാരണത്തിന് ഇറങ്ങുന്നവർ ഫീൽഡിൽ നിന്നുള്ള ഫോട്ടോകൾ അയക്കണം. പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നോട്ടപ്പെടുന്ന നേമത്ത് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ പ്രത്യേക ആപ്ലിക്കേഷൻ. പാർട്ടി ആസ്ഥാനമായ KG മാരാർ ഭവനെ കൂടാതെ 3ഓളം കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പദ്ധതികളുടെ ആലോചനകൾ നടന്നത്. ഒപ്പം ആവശ്യത്തിന് പണവും. അതോടെ കാലങ്ങളായി BJP സ്വപ്നം കണ്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അവർക്കൊപ്പമായി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു മൈൽ സ്റ്റോൺ ആണ് ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. NDAന്റെ ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്. എത്രയോ ലോക്കൽ ബോഡി, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഞങ്ങൾ പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ പാർട്ടി അല്ലെങ്കിൽ ഭരിക്കുന്ന സ്ഥിതിയിൽ വന്നിരിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം 25% വോട്ടായിരുന്നു പിടിക്കാൻ. അതിന്റെ അടുത്ത് എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സംസ്ഥാന സെക്രട്ടറി വി രാജേഷിനെ മേയറാക്കാനാണ് നിലവിലെ ആലോചന. ആർ ശ്രീലേഖയെയും പരിഗണിക്കുന്നുണ്ട്. സമ്മതമറിയിച്ചാൽ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രദ്ധിക്കാനും ശ്രീലേഖയ്ക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ പാറ്റൂരിൽ നിന്ന് വിജയിച്ച സ്വതന്ത്രൻ M രാധാകൃഷ്ണനെ കൂടെ നിർത്താനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. സ്റ്റാൻഡിംഗ് കൗൺസിൽ അധ്യക്ഷ സ്ഥാനം നൽകാനാണ് ആലോചന. വിജയിച്ചാൽ ഒപ്പം നിൽക്കുമെന്ന് നേരത്തെ ധാരണയുള്ളതായി BJP നേതാക്കൾ പറയുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.